നമുക്ക് ഇനി ജനപ്രതിനിധികളിലേക്ക് കൂടി ഒന്ന് പോകാം. ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കൊപ്പം മുബഷിർ പി അക്ബർ ഉണ്ട്. മുബഷിർ, ഇപ്പോൾ ദീപക് മലയമ്മയും ദീപക് മോഹനും പങ്കുവച്ച കാര്യങ്ങൾ കേട്ട് കാണുമല്ലോ. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന തീരുമാനം, പ്രത്യേക മന്ത്രിസഭാ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ടൗൺഷിപ്പിനായിട്ടുള്ള കിഫ്ബിയുടെ പ്രപ്പോസലാണ്, പദ്ധതി കരടാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. പുനരധിവാസത്തിലേക്കുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ നീളുകയാണ്. ജനപ്രതിനിധികൾ എന്താണ് പറയുന്നത്? ആളുകളുടെ ആശങ്ക അവർ കേൾക്കുന്നില്ലേ? സുജയ പാർവതി, ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായിട്ട് 4 മാസം പിന്നിടുകയാണ്. നമുക്കറിയാം, ആ മനുഷ്യർ ഇപ്പോഴും ഒരു അത്താണിയില്ലാതെ പുനരധിവാസത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരു ചോദ്യവുമായി നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അവരുടെ വിഷമങ്ങളൊക്കെ തന്നെ ദീപക് മലയമ്മയും ദീപക് മോഹനും പറഞ്ഞതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്താണ്. എനിക്കൊപ്പം മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികളുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കരട് പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വലിയ അപാകതകൾ അതിലുണ്ടായിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഇത് നാട്ടുകാർ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കരട് പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ അവരുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പറയുന്നത്, ഈ പട്ടിക തന്നെ അംഗീകരിക്കുന്നില്ല, അതിൽ അപാകതകൾ ചർച്ച ചെയ്യും, അത് പരിഹരിക്കുമെന്ന് പറയുന്ന സർക്കാരിനെ സംബന്ധിച്ച് അതല്ല വേണ്ടത്, മറിച്ച് പൂർണ്ണമായും പട്ടിക തന്നെ മാറ്റിക്കൊണ്ട് നേരത്തെ ഇവിടെയുള്ള രാഷ്ട്രീയ ഭേദമന്യേ തയ്യാറാക്കിയിട്ടുള്ള പട്ടികക്കനുസരിച്ചുള്ള പുനരധിവാസ പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് അവരറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഇവിടെയുള്ള ആളുകൾക്കുണ്ടായിരുന്നു, മനുഷ്യർക്കുണ്ടായിരുന്നു, ജനപ്രതിനിധികൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല, മറിച്ച് മറ്റൊരു തീയതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ, ഞാൻ അവരുടെ പേര് പറയാൻ സുജാത്, നുറുദ്ദീൻ ക ജനപ്രതിനിധിയാണ്, അതുപോലെ തന്നെ നാസർ കയുണ്ട്, ഇവിടെയുള്ള നാട്ടുകാരുമുണ്ട്. ഇപ്പോൾ വന്ന കരട് പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു, മറ്റൊരു തീയതിയിൽ പ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ചില കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനത്തെ? ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ, സത്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം, നമ്മുടെ ജനങ്ങൾക്ക് നമുക്കും എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ട്, ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ പറയുന്നത് 26-ാം തീയതി ഇവിടെ ഇന്നലെ എടുത്ത കരട് പട്ടികയിലുള്ള പ്രശ്നങ്ങൾ തീർത്ത 26-ാം തീയതി അത് കറക്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നൊക്കെയാണ് ഇപ്പോഴും പറയും. ഇപ്പോഴും നമുക്കൊരു ഉറപ്പൊന്നും കിട്ടുന്നില്ല, ആർക്കും ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെ സമയം പോകുന്നു. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് സമയങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാമെന്നല്ലാതെ ഇവിടെ ഈ കിടക്കുന്ന പാവങ്ങൾക്ക് ഒരു പരിഹാരമാവുന്നുള്ളതിന് ഒരു പ്രതീക്ഷ സത്യം പറയാം 12ാം വാർഡ് മെമ്പറായ എനിക്കില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ കരട് പട്ടികയിൽ സംഭവിച്ചത്? നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ഇരുന്ന് കൂടിയാലോചന നടത്തി മണിക്കൂറുകളോളം ഇരുന്ന് തയ്യാറാക്കിയ പട്ടികയാണ്. അവിടെയുള്ള ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞ് അവസ്ഥ മനസ്സിലാക്കി തയ്യാറാക്കിയ പട്ടികയാണ്. പിന്നീട് എന്താണ് ഈ സർക്കാർ റവന്യൂ വകുപ്പ് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ സംഭവിച്ചത് അപാകത എന്നുള്ളതാണ്? ഇതിൻ്റെ അപാകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഇത് തീരുമാനിച്ചത്, ഇപ്പോൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് എവിടെയുള്ള ആളുകളാണ്, ആരാണ്, എന്താണെന്ന് ഞങ്ങൾ ഈ മേപ്പാടി പഞ്ചായത്തിലെ ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. ഇന്നലെ രാവിലെയാണ് ഈ ലിസ്റ്റ് തന്നെ ഞങ്ങളെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇങ്ങനെ പ്രശ്നം അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു ഫാമിലിയിൽ തന്നെ 3 വീട്, 10-70ഓളം പേർക്ക് ഡബിൾ എൻട്രി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇവിടുത്തെ മുണ്ടക്കായി 11ാം വാർഡ്, 12ാം വാർഡ്, 10ാം വാർഡിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർ, മേപ്പാടി പഞ്ചായത്തിലെ അംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ദിവസം ഫുള്ള് ഇരുന്നിട്ട് എല്ലാവരുടെ പേര് സെലക്ട് ചെയ്തിട്ട് അർഹതപ്പെട്ടവനെ ഇതിൽ ഉൾപ്പെടുത്തി, അനർഹരുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തി നല്ലൊരു ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഇത്രയും ഒരു പ്രഷറിലേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. മറ്റു കാര്യം ചോദിച്ചോട്ടെ, കോടതി തീരുമാനം അനുസരിച്ച് പറയാമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീടുകൾ നൽകാൻ അറിയിച്ചിരിക്കുന്ന സന്നദ്ധ സംഘടനകളുമായി ഉൾപ്പെടെ മുഖ്യമന്ത്രി ചർച്ച നടത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കോടതി തീരുമാനം എപ്പോഴായിരിക്കും? അതിന് കോടതി തീരുമാനം എപ്പോഴാണെന്ന് അവരെന്നെ പറയുന്നത്. കാരണം ഈ ഇവർ 2 ഭൂമി ഏറ്റെടുത്ത്, ഞങ്ങൾ ആദ്യം പറയുന്നത് ഇവരെ മേപ്പാടി പഞ്ചായത്തിന് പുനരധിവസിപ്പിക്കണമെന്ന്. ഇവർ 2 ഭൂമി ഏറ്റെടുത്ത്, ഇവർക്ക് അറിയാലോ ഭൂമി ഏറ്റെടുക്കും. ഇവർ പറഞ്ഞത് DDMA ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്ന, DDMA ആക്ട് പ്രകാരം ഭൂമി എടുക്കുമ്പോൾ ഇപ്പോൾ ആ ഭൂമിയിൽ അതിൻ്റെ ഉടമകൾ കേസിന് പോയിട്ടുണ്ട്. ആ കേസിൻ്റെ വിധി വരട്ടെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്, കോടതി വിധി അനുസരിച്ച്. പിന്നെ ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ പറയുന്നത്, ഇപ്പോൾ അവർ പറഞ്ഞത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ് ലിസ്റ്റിൽ വന്നതെന്നാണ്. നമ്മൾ ക്ലറിക്കൽ മിസ്റ്റേക്ക് തന്നെ അതൊരു ലാഘവത്തോടെ തള്ളിക്കളയേണ്ട ലിസ്റ്റല്ല. കാരണം ഇവർക്ക് ഈ ജനം പൊതുവെയിലായിട്ട് 4.5 മാസം കഴിഞ്ഞ്, ഈ 4.5 മാസം കൊണ്ട് ഞങ്ങളുണ്ടാക്കിയ ലിസ്റ്റ് ഒന്നും പഞ്ചായത്ത് ലോക്കൽ ബോർഡിനെ ബലം എന്ത് ചെയ്തില്ല, വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് 19 പ്രളയം ഇവിടെ നടന്നത് എല്ലാവർക്കും അറിയാലോ. അന്ന് ഇവർ മുഴുവൻ ചെയ്തത് മേപ്പാടി ഈ പഞ്ചായത്താണ് ചെയ്തത്. ഞങ്ങൾക്കറിയാം ഇവിടുത്തെ വിക്ടിംസിനൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ കാണുന്നത് ചൂരൽമലയുടെ മുണ്ടക്കൈയുടെ നിലവിലെ അവസ്ഥയാണ്. പുഞ്ചിരിമട്ട മുതൽ പൊട്ടിയൊലിച്ചു വന്ന ആ ഉരുളിൽ ഒലിച്ചില്ലാതായി പോയ ജീവിതങ്ങൾക്ക് അവർക്കിപ്പോഴും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല സർക്കാരിന്.
ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ആ ഭൂമി ഇപ്പോഴും, ആ ഉരുളൊഴുകിപ്പോയ വഴി ഇപ്പോഴും തെളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം. അതിനു ചുറ്റും കുറെ വീടുകൾ ഉണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. ജീവനും ജീവിതോപാധിയും നഷ്ടപ്പെട്ട, ഉറ്റവരെ നഷ്ടപ്പെട്ട ആ മനുഷ്യരോട് ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് കൊടുത്ത ഉറപ്പുകൾ ഒന്നും പാലിക്കാതെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണ സംവിധാനം എന്നുള്ളത് ലജ്ജിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. പുനരധിവാസം എന്ന് പറയുന്നത് അവർക്ക് വീണ്ടും വീണ്ടും ആശ കൊടുത്തുകൊണ്ടേയിരിക്കുന്നതല്ലാതെ അത് പ്രാവർത്തികമാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ചൂരൽമലയുടെ ഇന്നത്തെ കാഴ്ച ഇതാണ്. ചർച്ച ചെയ്യുന്നവർ, ഭരണകൂടം ഇതൊന്ന് കാണുക തന്നെ വേണം. തിരിച്ച്